ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് USDTയും ഡയറക്റ്റ് ടോൺ കോയിനും എങ്ങനെ കളക്ട് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ ഒരു മീൻ കോയിൻ പ്രൊജക്റ്റാണ്. മീൻ കോയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോഗ് കോയിനൊക്കെ പോലത്തെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഗൈസ് ആരും മിസ്സാക്കാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തുള്ള ലിങ്കിൽ കൂടെ കയറി ജോയിൻ ചെയ്യാൻ നോക്കുക. മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. അന്നും പറഞ്ഞ് ഫുൾ ടൈമിനകത്ത് കുത്തിയിരിക്കാണ്ട് ഏതെങ്കിലും കുറച്ച് സമയം മാത്രം, കാരണം നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്ത് മാത്രം നോക്കിയിരിക്കരുത്. ഡെയിലി ചെക്കിനും അതുപോലെ തന്നെ സ്പിൻ ചെയ്ത് ടോൺ കോയിനും അതുപോലെ തന്നെ USDT ഒക്കെ സുഖമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അഡാർ അത്യാവശ്യം നല്ലൊരു ബോട്ടാണെങ്കിൽ ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഏണിങ്സ് നമുക്ക് ഇന്ന് തന്നെ പുതിയ യൂസേഴ്സിന് ഉണ്ട്. അപ്പോൾ മാക്സിമം കയറിയ മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം USDTയും അതുപോലെ തന്നെ ടോൺ കോയിനും എങ്ങനെ കളക്ട് ചെയ്യാൻ നോക്കുക ഉള്ളത് നമുക്ക് വഴി നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ വിഡ്രോ അടിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് വഴി നോക്കാം. അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്ത് USDTയും അതുപോലെ തന്നെ കോയിനും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതിനു മുമ്പ് OKXൻ്റെ ഒരു ബോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ. എന്നിട്ട് അത് റിമൂവ് ചെയ്ത് ഞാൻ, കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ ബാൻ ആയതുകൊണ്ട് അതുപോലത്തെ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യണം അടുത്തത് മേലോട്ട് പൊങ്ങോ അതോ അടിയിലോട്ട് തായോ എന്നൊക്കെ ഉള്ളത് പ്രൊഡിക്റ്റ് ചെയ്യണം, മൂണും ടൂണും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചെയ്യുക, കാരണം ഇതിൻ്റെ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ടെലിഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും അതുപോലെ ഒരു പ്രൊമോട്ടേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അത്രയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടും. അത് തന്നെ പിന്നെ എന്താ നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ എന്താ പറയുക, മീൻ കോയിൻ എന്ന് പറയുമ്പോൾ ഓരോ കോയിനായിട്ടായിരിക്കും വാല്യൂ ഉള്ളത്. ഇന്ന കോയിന് ഒരു കോയിന് ഇന്ന പ്രൈസ്, അപ്പോൾ ആ ഒരു പ്രൈസിലാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഡോഗ് കോയിനൊക്കെ എങ്ങനെയാണോ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഉള്ളൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ആരും മിസ്സാക്കാണ്ടിരിക്കുക, എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഡോഗ് കോയിൻ സെല് ചെയ്ത് ഫുൾ മണിയാക്കി മാറ്റണോ അതോ ഹോൾഡ് ചെയ്ത് വെച്ച് ഒരു വലിയൊരു എമൗണ്ട് ആവോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാരണം ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, കാരണം ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ട്രേഡിങ് വളരെ റിസ്ക്കാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോൾ ചെയ്യരുത്, വേറൊരു യൂട്യൂബർ പറഞ്ഞെന്നും പറഞ്ഞ് ഓടിച്ചൊന്നും ചെയ്യരുത്, കാരണം ഇത് റിസ്ക്കാണ്. ഒരിക്കലും പ്രിഡിക്റ്റബിൾ അല്ല. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പിൻ ചെയ്ത് എങ്ങനെ USDT അല്ലെങ്കിൽ എന്താ കിട്ടണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഡെയിലിയും ഒരു സ്പിന്ന് ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്ത് നോക്കുകയാണ്. ഡെയിലി ഒരു 0.5 USDT തന്നെ വെച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 10 ദിവസം കൊണ്ട് എത്ര എമൗണ്ട് കിട്ടും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എത്ര കിട്ടിയാലും ലാഭം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 0.5 USDT കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി വന്ന് സ്പിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മിക്കവരും ഡോഗ് കോയിനിൽ ബൈനാൻസ് സെലക്ട് ചെയ്യുന്നത് ഏകദേശം ബൈനാൻസിൽ 30% ടാക്സ് അടിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പിൽ കിട്ടുന്ന ക്യാഷ് എന്തായാലും ഗിഫ്റ്റ് പ്രമാണിച്ച് ഗിഫ്റ്റ് തന്നെ നമുക്ക് ടാക്സ് അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ആ ഡോഗ് കോയിൻ സെല്ല് ചെയ്ത് USDT ആക്കുമ്പോൾ അതെന്തായി, ട്രേഡിങ് അവിടെ സംഭവിച്ചു. അപ്പോൾ ആ ട്രേഡിങ്ങിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 30% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നീട് നമുക്ക് എന്തെങ്കിലും വലിയ ട്രേഡുകളൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് നമുക്ക് എവിടെ ചെന്ന് കാണിക്കുമ്പോൾ, ടാക്സ് അടിക്കുന്നവർക്ക് അവിടെ ചെന്ന് കാണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എമൗണ്ടും കൂടി കൂട്ടി അടിക്കേണ്ട വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ബൈനാൻസ് യൂസറിനോട് ചെയ്യുക. ബാക്കിയുള്ളതിനകത്തൊന്നും ടാക്സ് ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈബിറ്റ് പോലത്തെ എക്സ്ചേഞ്ച് നിലവിൽ ഇന്ത്യയിൽ അലോഡല്ല, കാരണം ഇന്ത്യയിൽ ബാൻഡാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ബൈനാൻസ്. അതിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയുടെ ലീഗൽ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബൈനാൻസ്. അപ്പോൾ ബൈനാൻസ് മാത്രമൊന്നുമല്ല, നമ്മുടെ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ എക്സ്ചേഞ്ചിലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ നോക്കിയും ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് എല്ലാത്തിലും ചെയ്യാൻ നോക്കുക, കാരണം റിസ്ക് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിലും റിസ്ക് ഉണ്ട്. അതിൻ്റേത് റിസ്ക് എടുക്കാനൊന്നും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പോൾ ഡോഗ് കോയിനിൽ നിന്ന് കിട്ടുന്ന ഫുൾ എമൗണ്ടും ഏതെങ്കിലും നല്ലൊരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ അത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് ഞാനും ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഞാൻ കാര്യം എടുത്ത് പറയുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ ഫുൾ ടൈം കുത്തിയിരിക്കരുത്. അതിൻ്റേതായ ഒരു സമയം, അതായത് ഒരു 5-6 മിനിറ്റ് മാത്രം ഈ ഒരു ബോട്ടിന് കൊടുക്കുക. അത്യാവശ്യം ഏണിങ്സ് എടുക്കുക, തിരിച്ച് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോട്ട്സ് കയറുക. കാരണം ഈ ഒരു മാസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4ഓളം
വിഡ്രോവലും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കാനുള്ളവർ ചെയ്ത് തീർക്കുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും ആദ്യം തന്നെ അറിയിക്കുന്ന ടെലിഗ്രാം ചാനലായിരിക്കും. അപ്പോൾ കേസ് എല്ലാം അതിൻ്റേതായ ടൈം കൊടുത്ത് എല്ലാം ചെയ്തു വെക്കുക. അപ്പോൾ കേസ് എന്ന് വെച്ചാൽ എല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. കാരണം എല്ലാവർക്കും അവരുടേതായ പണികളും അല്ലെങ്കിൽ അവരുടേതായ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കേസ് എല്ലാത്തിനും അതിൻ്റേതായ സമയം മാത്രം കൊടുക്കുക. ഇത് തന്നെയായിട്ട് മാത്രം നടക്കാണ്ടിരിക്കുക. കാരണം ഇതൊരു അഡിക്റ്റായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടെന്ന് എന്താ പറയുക, ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എയർ ഡ്രോപ്പ് വാർമിംഗ് ആണ്. ഈ വാർമിംഗ് കഴിയും, അടുത്ത വാർമിംഗ് പിന്നെയും വരും. അപ്പോൾ ഇതിൻ്റേതായ ഒരു സമയം മാത്രം ഇതിന് കൊടുക്കുക. ഇതിൻ്റേതായ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഗെയിമായിട്ട് കണ്ട്, ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് കണ്ട് മാത്രം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.